കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യമെത്താൻ വഴി തുറക്കുന്നു. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന വിഭാഗത്തിൽ മദ്യത്തിന്റെ നികുതി ഘടന വെള്ളിയാഴ്ച ബജറ്റിൽ പ്രഖ്യാപിച്ചു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യമാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഈ വിഭാഗത്തിലുള്ള മദ്യത്തിന് 12%, 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% എന്നിങ്ങനെയാണ് നികുതി ഘടന. LDF സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ചട്ടം ഭേദഗതി ചെയ്തെങ്കിലും നികുതി ഘടന പ്രഖ്യാപിച്ചിരുന്നില്ല. 42.86% വീര്യമുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽക്കുന്നതിന് 251% ആയിരുന്നു നികുതി. എന്നാൽ അതേ നികുതി വീര്യം കുറഞ്ഞ മദ്യത്തിനും നൽകേണ്ടിയിരുന്നതിനാൽ കേരളത്തിൽ ഒരു കമ്പനിയും ഇത് വിറ്റിരുന്നില്ല. നേരത്തെ LDF സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചു. ഇതാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രമുഖ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായി നികുതി ഘടന പരിഷ്കരണത്തിന് കഴിഞ്ഞ സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും വരുമാന നഷ്ടം ചൂണ്ടിക്കാട്ടി സർക്കാർ അത് നിരസിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിൽപ്പന നികുതി ഘടന നിശ്ചയിക്കാത്തത് കാരണം മടിച്ചു നിന്ന കമ്പനികൾക്ക് കേരളത്തിൽ പുതിയ വിപണി തുറക്കാൻ ബജറ്റ് പ്രഖ്യാപനം വഴിതെളിക്കും. കശുമാങ്ങ പോലുള്ള പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി ലിക്കറിന്റെയും നികുതി ഘടന പരിഷ്കരിക്കാനുണ്ട്. 20 മുതൽ 30% വരെ വീര്യമുള്ള ഹോർട്ടി ലിക്കർ വിൽക്കാൻ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും നികുതി നിശ്ചയിച്ചിട്ടില്ല. നിലവിൽ ആരും ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. എക്സൈസ് വകുപ്പിന് മാത്രമായി രാസപരിശോധനാ ലാബ് സ്ഥാപിക്കാനും ലഹരിക്കടത്ത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ AI ക്യാമറ സ്ഥാപിക്കാനും എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഹരി വസ്തുക്കൾ തിരിച്ചറിയുന്ന കിറ്റുകൾ ലഭ്യമാക്കാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. മാവേലിക്കര റേഞ്ചിലെ ചെട്ടികുളങ്ങര, ഭരണിക്കാവ്, കായംകുളം റേഞ്ചിലെ പത്തിയൂർ, നൂറനാട് റേഞ്ചിലെ വള്ളിക്കുന്നം പഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് പുതിയ മാതൃകാ റേഞ്ച് ഓഫീസ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്.